ഡിസ്കസ് ചെയ്യുന്ന റിലേഷൻ ബിറ്റ്വീൻ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ആണ്. ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഈ യങ്സ് മോഡുലസ് ജി ഷിയർ ഓർ റിജിഡിറ്റി മോഡുലസ്, ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്, ന്യൂ പോയ്സൺ റേഷ്യോ, ഫസ്റ്റ് ഇത് മൂന്നും തമ്മിലുള്ള റിലേഷനാണ് ഡിറൈവ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു റെക്റ്റാങ്കുലർ എലമെൻറ്റ് കൺസിഡർ ചെയ്യുക. ഇതിൽ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഷിയർ സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷിയർ സ്ട്രെസ്സിൻ്റെ എഫക്റ്റ് കാരണം ഇതിന് വരുന്ന ഡീഫോർമേഷൻ എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കുലർ എലമെൻറ്റ് ഡീഫോം ചെയ്ത് ഒരു പുതിയ ഷേപ്പിലേക്ക് മാറും. ഓക്കെ, ഈ പോയിൻ്റ് ഇത് ചേർന്ന് വരും. ഓക്കെ, ഇവിടെ എ ബി സി ഡി, ഈ പോയിൻ്റ് ഇ എന്നും ഈ എൻ പോയിൻ്റ് എഫ് എന്നും എടുക്കുന്നു. അപ്പോൾ ഇതിൽ ഈ ഡയഗണൽ എലമെൻറ്റ്, ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ഡയഗണൽ എലമെൻറ്റ് ആണ് ഡീഫോം ചെയ്ത് ഈ ഒരു ഡയഗണലായിട്ട് മാറിയത്. അപ്പോൾ ഇവിടെ വരുന്ന ഇവിടെ ഒരു പുതിയ ഡയഗണൽ എ എഫിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. എച്ച് ഈ ഒരു ആംഗിൾ നമ്മൾ 45 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ചെറിയൊരു ചേഞ്ച് ഉണ്ടെങ്കിലും അതിന് 45 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അതായത് ഇൻഫിനിറ്റ്സിമലി സ്മോൾ ഡീഫോർമേഷൻ എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കോംപ്ലിമെൻ്ററി ഷിയർ സ്ട്രെസ് വരുമ്പോഴുള്ള കേസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിന്നൊരു കോംപ്ലിമെൻ്ററി ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഡീഫോർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും അത് ഡീഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ ഷിയർ സ്ട്രെസ് കാരണം ഈ ഡയറക്ഷനിലുണ്ടാവുന്നത് എന്താണ്? ടെൻസൈൽ ആക്ഷൻ, ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. ഒരു നോർമൽ ടെൻസൈൽ സ്ട്രെസ് ഈ ഷിയർ കാരണം ഇവിടെ ഡെവലപ്പ് ചെയ്യും. ഈ നോർമലിൻ്റെ ഇവിടുത്തെ ഡയഗണലിൻ്റെ അതേ ഡയറക്ഷനിൽ ഈ ഷിയർ സ്ട്രെസ് കാരണം ഒരു നോർമൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അത് കാരണം ഇവിടെ ഒരു എലോങ്ങേഷനാണ്, ഡയഗണൽ എലോങ്ങേറ്റ് ചെയ്യും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ ഒരു ഷിയറും അതിൻ്റെ കോംപ്ലിമെൻ്ററി ഷിയർ സ്ട്രെസ്സും കാരണം ഇത് കാരണം ഇവിടെ ഒരു കംപ്രഷൻ ആയിരിക്കും. അതായത് ഈ ഡയഗണലിന് ഒരു കംപ്രഷൻ ഉണ്ടാവും. ഇതിൻ്റെ ഡയഗണലിൻ്റെ ഡയറക്ഷനിൽ ഒരു കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും. അങ്ങനെ കംപ്രസ് ചെയ്ത് ഇതിൻ്റെ ലെങ്ത് കുറയുമ്പോഴേക്കും ആ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു ഡയഗണലിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ കംപ്രസീവ് ആയതുകൊണ്ട് തന്നെ ഈ കംപ്രസീവ് സ്ട്രെസ്, അതിന് ഈ ടോയെ മൈനസ് ടോ എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കംപ്രസീവ് സ്ട്രെസ് കാരണം ഈ ഒരു ഡയഗണലിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വരുന്ന സ്ട്രെയിനാണ് വേണ്ടത്. അതായത് അപ്ലൈഡ് സ്ട്രെസ്സിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയ്സൺ റേഷ്യോ ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് എഴുതാം. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ഇവിടുന്ന് ലാറ്ററൽ സ്ട്രെയിൻ ഈക്വൽ ടു ന്യൂ ഇൻറ്റു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഈ കേസിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് നമുക്ക് വേണ്ടത്. അതായത് ഈ ടോ കാരണം, അതായത് ഇവിടെ ആക്ട് ചെയ്യുന്ന ടോ കാരണം ഈ ഡയഗണലിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വരുന്ന സ്ട്രെയിൻ. അപ്പോൾ അതെന്തായിരിക്കും? ന്യൂ ഇൻറ്റു മൈനസ് ടോ ബൈ ഇ. അപ്പോൾ നമ്മുടെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഷിയർ സ്ട്രെസ് കാരണം ഡയഗണലിൽ വരുന്നത് ടോ ബൈ ഇ മൈനസ് ന്യൂ ഇൻറ്റു മൈനസ് ടോ ബൈ ഇ. ഇതിനെയാണ് ടോ ബൈ ഇ പ്ലസ് ന്യൂ ടോ ബൈ ഇ എന്ന് എഴുതുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നിന്ന് സ്ട്രെയിൻ ഇൻ ഡയഗണൽ, ഈ ഡയഗണൽ എലമെൻറ്റ് എ സിക്ക് ഉണ്ടായ സ്ട്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റുന്നത് ടോ ബൈ ഇ പ്ലസ് ന്യൂ ഇൻറ്റു ടോ ബൈ ഇ.
ഓക്കെ, ഇവിടെ നിന്ന് ടോ ബൈ ഇ ഇൻറ്റു 1 പ്ലസ് ന്യൂ എന്ന് എഴുതാം. ഇപ്പോൾ സ്ട്രെയിൻ ഇൻ ഡയഗണൽ എലമെൻ്റായി. ഇനി ഇതിനകത്ത് ഫൈ എന്ന് പറയുന്നത് ഈ ഒരു ആംഗുലാർ ഡിഫോർമേഷനാണ് ഫൈ. ഈ സെയിം ഫൈ തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. അപ്പോൾ ഈ ഒരു ഷിയർ സ്ട്രെസ് സ്ട്രെയിൻ കാരണം ഈ എ സി എന്ന് പറയുന്ന ഡയഗണൽ ഡിഫോമായി എ എഫ് എന്നുള്ളൊരു ഡയഗണലായി. അവിടെ നിന്ന് സി എച്ച് എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഇനി ചെയ്യുന്നത് നമ്മൾ ഈ ഫൈ എന്ന് പറയുന്ന സ്മോൾ ആംഗിളായിട്ട് അസ്യൂം ചെയ്യുന്നു. ഒരു സ്മോൾ ആംഗിൾ ആണെങ്കിൽ നമുക്ക് ഫൈ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും എന്തിലേക്ക്? ടാൻ ഫൈയിലേക്ക്. ടാൻ ഫൈ ഈക്വൽ ടു എഫ് സി ബൈ ബി സി. എഫ് സി ബൈ ബി സി എന്ന് പറയുന്നത് എഫ് സി ബൈ ബി സി, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇതാണ് ആംഗിൾ ഫൈ. അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എടുത്തു. ഈക്വൽ ടു ഈ ആംഗുലർ ഡിഫോർമേഷൻ തന്നെയാണ് ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെയിൻ ഈക്വൽ ടു ടോ ബൈ ജി, അതായത് ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ഈക്വൽ ടു റിജിഡിറ്റി മോഡുലസ്. അവിടെ നിന്ന് ഫൈ ഈക്വൽ ടു ടോ ബൈ ജി എന്നുള്ള ആ ഒരു ഇക്വേഷൻ എഴുതി. ഓക്കെ, ഇനി അടുത്ത് ചെയ്യുന്നത് സ്ട്രെയിൻ ഇൻ ഡയഗണൽ തന്നെയാണ് അടുത്തും ഇനി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് സ്ട്രെയിൻ ഇൻ ഡയഗണൽ ഈക്വൽ ടു change in length of diagonal by original length of diagonal. Change in length എന്ന് പറയുന്നത് എ എഫ് മൈനസ് എ എച്ച് എന്ന് എഴുതാം ബൈ എ സി. ഈ എ എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുകയാണ്. എ സി ഈക്വൽ ടു എ എച്ച് എന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് മൈനസ് എ എച്ച് എന്ന് പറയുന്നത് ഈ ഒരു ചേഞ്ച് കിട്ടും. ആ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, ഇനി സ്മോൾ ഡിഫോർമേഷൻ ആകുമ്പോൾ ആ ഒരു അസംഷനാണ് എടുക്കുന്നത്. ഇനി അടുത്ത് ആംഗിൾ എ എഫ് സി. എ എഫ് സി എന്ന് പറഞ്ഞാൽ എ എഫ് സി ഈ ഒരു ആംഗിൾ 45 ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. ചെറിയ ഡിഫോർമേഷൻ ആയതുകൊണ്ട് അതിനെയും 45 ഡിഗ്രി എന്ന് അസ്യൂം ചെയ്യുന്നു. ആണെങ്കിൽ എഫ് എച്ച് എന്ന് പറയുന്ന ലെങ്ത് ഏത് വരും? ഒരു 45 ആണെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അവിടെ നിന്ന് കോസ് 45 ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് എഫ് എച്ച് ബൈ എഫ് സി. അവിടെ നിന്ന് എഫ് എച്ച് ഈക്വൽ ടു എഫ് സി കോസ് 45. ഇനി സ്ട്രെയിൻ ഇൻ ഡയഗണൽ എന്ന് പറയുന്നത് ഈക്വൽ ടു എഫ് സി കോസ് 45 ബൈ റൂട്ട് 2 ഇൻറ്റു ബി സി. അപ്പോൾ ഇത് കിട്ടുന്നത് എ എഫ് മൈനസ് എ എച്ച് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്ത എ എഫ് മൈനസ് എ എച്ച്. ഇത് എ എഫ് മൈനസ് എ എച്ച് എന്ന് പറയുന്നത് എഫ് എച്ച് ആണ്. അപ്പോൾ അതിന് പകരം എഫ് എച്ച് ബൈ എ സി എന്ന് എഴുതാം. ആ എഫ് എച്ചിന് പകരമാണ് ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? എഫ് സി കോസ് 45. അടുത്തത് എഫ് എച്ച് ബൈ എ സി. എ സിക്ക് പകരം ഈ ഒരു ഇതിനകത്ത് നിന്ന് എ ബി സി. ഇവിടെ നിന്ന് ഈ ആംഗിൾ 45 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കോസ് 45 ഈക്വൽ ടു ബി സി ബൈ എ സി. അവിടെ നിന്ന് ബി സി ഈക്വൽ ടു എ സി ഇൻറ്റു കോസ് 45 എന്ന് കിട്ടും. നമുക്കുണ്ടായിരുന്ന ആദ്യം ഉണ്ടായിരുന്ന എഫ് എച്ച് ബൈ എ സി ആണ്. എഫ് എച്ച് എന്ന് പറയുന്നത് എഫ് സി കോസ് 45 ആണ്. ബൈ എ സി എന്ന് പറയുന്നത് എന്താവും? ബി സി. എ സി ഈക്വൽ ടു ബി സി ബൈ കോസ് 45. ഈ കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. അപ്പോൾ ബി സി ബൈ 1/√2. ഈ ഡിനോമിനേറ്റർ മേളിലേക്ക് വരുമ്പോൾ √2 ഇൻറ്റു ബി സി എന്ന് കിട്ടും. അതാണ് ഈ ഒരു ഇക്വേഷൻ. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോസ് 45 എന്ന് പറഞ്ഞാൽ വീണ്ടും 1/√2 ആവും. എഫ് സി ഇൻറ്റു 1/√2 ഇൻറ്റു √2 ഇൻറ്റു ബി സി. അപ്പോൾ ഇവിടെ നിന്ന് 1/2 എഫ് സി ബൈ ബി സി. അപ്പോൾ ഇത് തന്നെ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എഫ് സി ബൈ ബി സി എന്ന് പറയുന്നത്
ടോ ബൈ ജി ആണ്. അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഇൻറ്റു ടോ ബൈ ജി. രണ്ട് എക്സ്പ്രഷനായി. 1/2 ഇൻറ്റു ടോ ബൈ ജി. ഈ ടോ ബൈ ജി എന്ന് പറഞ്ഞാൽ 5 ആയതുകൊണ്ട് 1/25 എന്നും എഴുതാം. നമുക്ക് ഫസ്റ്റ് ഡെറൈവ് ചെയ്ത് വെച്ച് ഏറ്റവും ആദ്യം എഴുതിയ ആ സ്ട്രെയിനിങ് ഡയഗണൽ എലമെൻറ്റിൻ്റെ ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷനോട് ഇപ്പോൾ കിട്ടിയ സ്ട്രെയിനിങ് ഡയഗണൽ ഇക്വേറ്റ് ചെയ്യുക. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോഴേക്കും 1/2 ഇൻറ്റു ടോ ബൈ ജി ഈക്വൽ ടു ടോ ബൈ ഇ ഇൻറ്റു 1 പ്ലസ് ന്യൂ. എന്ന് ടോ രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇ ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് ന്യൂ. ഇതാണ് ഫസ്റ്റ് റിലേഷൻ, ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് ന്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.